പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ മൂന്നാം ബലാത്സംഗ കേസിൽ അദ്ദേഹത്തിന് കോടതി ജാമ്യം അനുവദിച്ചു. പത്തനംതിട്ട ജില്ലാ സെക്ഷൻ കോടതിയാണ് കർശന ഉപാധികളോടെ ജാമ്യം നൽകിയത്. അറസ്റ്റിലായി 18ാം ദിവസമാണ് രാഹുൽ പുറത്തിറങ്ങുന്നത്. രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലച്ച പീഡനാരോപണങ്ങളിൽ നിർണായകമായ ഒരു ഘട്ടമാണിത്. ജാമ്യാപേക്ഷ പരിഗണിച്ച വേളയിൽ പ്രതിഭാഗവും പ്രോസിക്യൂഷനും തമ്മിൽ കോടതിയിൽ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് നടന്നത്. പരാതിക്കാരിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ പ്രതിഭാഗം കോടതിയിൽ സമർപ്പിച്ചു. ഇത് രാഹുലിന്റെ വാദങ്ങൾക്ക് ബലം നൽകുന്ന ഒന്നാണെന്ന് പ്രതിഭാഗം അവകാശപ്പെട്ടു. യുവതിയുമായി ഉണ്ടായിരുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ വാദിച്ചത്. തന്റെ വാദത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ ശബ്ദരേഖയിൽ ഉണ്ടെന്ന് അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി. എന്നാൽ ശബ്ദരേഖയുടെ ആധികാരികത പരിശോധിക്കണമെന്നും ശാസ്ത്രീയ പരിശോധന വേണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്തനംതിട്ട AR ക്യാമ്പിൽ നടന്ന ചോദ്യം ചെയ്യലിലും രാഹുൽ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഉഭയസമ്മത പ്രകാരമാണ് എല്ലാം നടന്നതെന്നുമാണ് അദ്ദേഹം മൊഴി നൽകിയത്. ജനുവരി 14-ന് പാലക്കാട്ടെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് അതീവ രഹസ്യമായി പ്രത്യേക അന്വേഷണ സംഘം രാഹുലിനെ അറസ്റ്റ് ചെയ്തതോടെയാണ് വിവാദങ്ങൾ മൂർധന്യത്തിലെത്തിയത്. ആദ്യ 2 കേസുകളിൽ കോടതിയിൽ നിന്ന് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് സമ്പാദിച്ച രാഹുൽ മൂന്നാമത്തെ പരാതിയിൽ അപ്രതീക്ഷിതമായാണ് കുടുങ്ങിയത്. 2 കേസുകളിൽ അറസ്റ്റ് ഒഴിവാക്കാൻ രാഹുൽ നേരത്തെ ഒളിവിൽ പോയിരുന്നു. ഇത് പോലീസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് മൂന്നാമത്തെ കേസിൽ പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് അതീവ വേഗതയിൽ നീക്കം നടത്തുകയും അർദ്ധരാത്രിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് ക്രൂരമായ ലൈംഗികാക്രമണമാണെന്ന് അതിജീവിത പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. ലൈംഗിക വൈകൃതങ്ങൾക്ക് തന്നെ ഇരയാക്കിയെന്നും എതിർത്തപ്പോൾ മുഖത്തടിക്കുകയും തുപ്പുകയും ചെയ്തുവെന്നും യുവതി ആരോപിച്ചു. ശരീരത്തിൽ പലയിടത്തും മുറിവേൽപ്പിച്ചതായും മൊഴിയിലുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നത് മാത്രമല്ല, സാമ്പത്തികമായി ചൂഷണം ചെയ്തതായും നിർബന്ധിത ഗർഭചിത്രത്തിന് ഇരയാക്കിയതായും പരാതിയിലുണ്ട്. ഒരു കുഞ്ഞുണ്ടായാൽ വിവാഹം വേഗത്തിൽ നടക്കുമെന്ന് വിശ്വസിപ്പിച്ച് ഗർഭിണിയാക്കിയ ശേഷം പിന്നീട് ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നും അതിജീവിത ആരോപിക്കുന്നു. തന്നെയും കുടുംബത്തെയും രാഹുൽ ഭീഷണിപ്പെടുത്തിയതായി യുവതി വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാതാപിതാക്കളെയും സഹോദരിയെയും അപായപ്പെടുത്തുമെന്ന് MLA ഭീഷണി മുഴക്കിയതായാണ് പരാതി. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ക്രൂരമായി ബലാത്സംഗത്തിനാണ് താൻ ഇരയായതെന്നും യുവതി പറയുന്നു. ഇപ്പോൾ ജാമ്യം ലഭിച്ചതോടെ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷൻ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കോടതിയുടെ കർശന ഉപാധികൾ പാലിക്കപ്പെടുമെന്ന് പ്രതിഭാഗം ഉറപ്പു നൽകി. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് രാഹുലിന്റെ അഭിഭാഷകർ വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റും ജാമ്യവും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകും. കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയ ഈ കേസുകൾ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നാണ് പാർട്ടിയുടെ നിലപാട്. എന്നാൽ ഇത്രയും ഗൗരവകരമായ പരാതികളിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഭരണപക്ഷം ആവശ്യപ്പെടുന്നു. ജാമ്യ നടപടികൾ പൂർത്തിയാക്കി രാഹുൽ ഇന്ന് വൈകിട്ടോടെ പുറത്തിറങ്ങും. രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ സജീവമായിരുന്ന ഒരു യുവ നേതാവ് ഇത്തരം ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുന്നത് UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്.